മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ കാര്യം നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം, 48 വർഷം മുമ്പാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയായി. പിന്നെ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാനാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും ശുചിയും. വളരെ കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ്. അതുപോലെ തന്നെയാണ് അപ്പവും 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ 10ാം ക്ലാസ്സിൽ ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടുന്നു. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എന്നെ എൻ്റെ കൂടെ ഉള്ളതായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത്. ഇത്ര നാൾ കൊണ്ട് നടന്നു, 48 ഇയേഴ്സായി. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്, വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ അതിലാ കുട്ടി അഭിനയിക്കാൻ പോകും. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല.